അമ്പി ഹായ് പറഞ്ഞേ. എവിടാ നീ? ഹായ് പറ, ഹായ് പറ. റോബി ഹായ് പറ, ഹായ് പറ. നോക്കിയാ ഇങ്ങോട്ട്, ഇവിടെ നോക്കിയാ, ഇവിടെടാ. ഓക്കെ, ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. റോബി ഇവിടെ പറമ്പിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. ചെറുക്കാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അവൻ എൻ്റെ കൂടെ വെച്ചെങ്കിലേ അവനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നും തലയിടും. അങ്ങനെ ഭയങ്കര വികൃതി ആയിക്കണം. ദേ വരുന്നുണ്ട് ഓബി. കളിച്ചോ, അവിടെ നടന്നോട്ടാ, നടന്നോട്ടാ, ഇവിടെയൊക്കെ നടന്നോട്ടാ കേട്ടാ, ഇവിടെയൊക്കെ നടന്നോ. പതുക്കെ നടന്നാൽ മതി, നിൽക്കാൻ പറ്റില്ല, നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബഹളാ. അപ്പം അങ്ങനെ നടത്തിക്കുക, ഒപ്പം നടത്തിക്കുക, ആളൊപ്പം നടന്നോളും. പിന്നെ എന്തെങ്കിലും വികൃതി ഒപ്പിച്ചിട്ട് എനിക്ക് ദേഷ്യം വന്നു എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നൈസായിട്ട് ഉമ്മറത്തിരിക്കണ എൻ്റെ അച്ഛൻ്റെ മടിയിലാണ് കയറിയിരിക്കും. അവിടെ സേഫാണെന്നാണ് ആളുടെ വിചാരം. എന്നിട്ട് ഞാൻ വന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ പുച്ഛഭാവത്തിലൊരു നോട്ടുണ്ട് ആളുടെ. പിന്നെ വിളിച്ചാലൊന്നും വരില്ല, കുറേ കഴിഞ്ഞിട്ടേ പിന്നെ വരുള്ളൂ. ഇവരുടെ അങ്ങനത്തെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അത്ഭുതം കൂട്ടാം. കാരണം നമ്മുടെ മുഖമൊന്ന് മാറിയാൽ മതി, ഇവർക്കത് ഫീലാവും. നമ്മൾ ചിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ മനസ്സിലാവും. ചിരിക്കണ്ട, നമ്മുടെ മുഖം ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, ഇവർക്ക് മനസ്സിലാവും. മുഖത്തെ ആ ഭാവം കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാവും നമ്മൾ സന്തോഷത്തിലാണെന്ന്. അതുപോലെ ദേഷ്യഭാവം നമ്മുടെ മുഖത്ത് വന്നാൽ അത് മനസ്സിലാവും. വിഷമമാണെന്ന് വെച്ചെങ്കിൽ അത് മനസ്സിലാവും ഇവർക്ക്. അതുപോലെ തന്നെ അവരുടെ ഭാവങ്ങളും ഓരോ ഭാവങ്ങളുണ്ട് കേട്ടോ. ചിരിക്കും, അല്ല വിഷമം കാണിക്കും, വ്യസനപ്പെടും, ദേഷ്യം പ്രകടിപ്പിക്കും. അതൊക്കെ നമുക്ക് ഭാവത്തിലൂടെ മനസ്സിലാവുമെന്നാണ് ഞാൻ പറഞ്ഞത്, അവരുടെ മുഖഭാവത്തിലൂടെ. ഇപ്പോൾ കുറച്ച് ദേഷ്യം വന്നാൽ കുറച്ച് ബഹളം വെക്കണ്ട, അതിലും മുന്നേ ദേഷ്യം അവരുടെ മുഖത്ത് വന്നാൽ തന്നെ നമുക്ക് ആ ഭാവം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്കിടയ്ക്ക് തോന്നും ഇതെന്താ മനുഷ്യക്കുഞ്ഞോന്ന്. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി ഒരു 10-15 മിനിറ്റ് വൈകിട്ടാണ് വന്നു വെച്ചെങ്കിൽ ആൾ കൂട്ടിൽ ദേഷ്യത്തിൽ ഇങ്ങനെ നിന്ന് നോക്കന്നെ. ഇയാൾ എവിടെ പോയി എടുക്കായിരുന്നു എന്നും പറഞ്ഞ് കുറേ ഒക്കെ കുറച്ച് തന്നെ ചീത്ത പറയും. സ്നേഹം കൊണ്ടാണ്. എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിക്കുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ രണ്ടുപേരും മുറ്റത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഇത് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, അത് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും മുറ്റത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പുറത്തെ പറമ്പിൽ വല്ല നായ പൂച്ചറ്റ പോകണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനങ്ങോട്ട് ഗർജിച്ചൊരു ഓട്ടം ഓടും. പകുതി ദൂരം ഓടുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് തലയൊക്കെ ഉയർത്തി നെഞ്ഞും വിരിച്ച് വാലൊക്കെ പൊക്കി പിടിച്ചിട്ടൊരു നോട്ടുണ്ട്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അവനെ കൊന്ന് അവൻ്റെ ഡെഡ് ബോഡി ആയിട്ടാണ് വരുള്ളൂ. എന്നിട്ടൊരു 5 സെക്കൻഡ് അങ്ങനെ നോക്കും, എന്നിട്ട് പുറകിലേക്ക് നോക്കും ഞാനവിടെ ഉണ്ടോ എന്നുള്ളത്. ഞാനവിടെ ഉണ്ട് വെച്ചാൽ കുറച്ച് നേരം ഭയങ്കര കുറയും ബഹളമായിരിക്കും. എന്നിട്ട് ആളൊന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇനിയിപ്പോൾ എന്നെ കണ്ടില്ലെങ്കിലോ, തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ പേടിച്ച് ഞാൻ എവിടെ ഉള്ളത് വെച്ചെങ്കിൽ അവിടേക്ക് ഓടി വരും. അത്ര വലിയ പേടിത്തൊണ്ടനാണ് ആൾ. അങ്ങനെ ഓരോ വികൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവൻ്റെ കഴുത്തിൽ രോമം ഇങ്ങനെ കുറേശ്ശെ കൊഴിയാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പിന്നെ രോമം കൊഴിച്ചിലങ്ങൾ കൂടാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അലർജിയാണ്, എന്തോ അലർജിയാണ്. അപ്പോൾ അതിനുള്ള മരുന്ന് ഓയിൽമെൻറ്റും ഗുളികയും അങ്ങനെയൊക്കെയുള്ള മരുന്നുകളുണ്ടായിരുന്നു. ഇത് കൊടുത്ത് പിറ്റേ ദിവസത്തേക്ക് നിറച്ച് കുരുക്കുകൊണ്ട് പൊന്തി കഴുത്തിൽ. അപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ചു. അപ്പോൾ വീണ്ടും മരുന്നുകൾ മാറ്റി എഴുതി. അത് കൊടുത്തിട്ടും ഒരു വ്യത്യാസമില്ല. ഈ അസുഖം, ഈ കഴുത്തിലെ രോമം കൊഴിയിൽ മാറിയിട്ട് കഴുത്തിലൊക്കെ കുരുക്കൾ വരാൻ തുടങ്ങി, കാലുമ്മ കുരുക്കൾ വരാൻ തുടങ്ങി, കാലിൻ്റെ അടിയിൽ കുരുക്കൾ ചുവന്ന് പൊട്ടി, കുരുക്കെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചു, ഡോക്ടറെ മാറ്റി കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ശരീരത്തിൽ വെള്ളം നനവ് ഇരുന്നിട്ടാണ് അങ്ങനെ, ചെറിയ മഴക്കാലമായിരുന്നു അപ്പോൾ, വെള്ളം നനവ് ഇരുന്നിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് വെള്ളം ഇരിക്കരുത്, നല്ലോണം തുടച്ച് ഉണക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡ്രയറൊക്കെ വാങ്ങി പിന്നെ കൂട്ടിൽ കയറ്റുമ്പോൾ, പുറത്തിറങ്ങി കൂട്ടിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ്റുമ്പോഴേക്കും ഇവനെ തുടച്ച് ഉണക്കിയിട്ടാണ് കൂട്ടിൽ കയറ്റുക. പക്ഷേ മഴക്കാലമായതുകൊണ്ട് എത്ര തുടച്ച് ഉണക്കിയാലും അവൻ്റെ മേത്ത് ഈർപ്പം ഇരിക്കും. വീടിൻ്റെ അകത്തല്ലല്ലോ വളർത്തുന്നത്, അകത്ത് വളർത്താനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ വെള്ളം നനവ് എപ്പോഴും, ഈർപ്പം എൻ്റെ മേത്ത് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഈ അസുഖം മാറാതെ ഒരു രക്ഷയില്ല, അസുഖം കൂടി വരികയായിരുന്നു. ഇവനെ നടക്കാൻ പോലും പറ്റാതെയായി. അങ്ങനെ 4 ഡോക്ടർമാരെ മാറി കാണിച്ചു. എന്താണ് ഇത് മാറാത്തെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മഴക്കാലം കഴിഞ്ഞിട്ടും
വേനൽക്കാലമൊക്കെ ആയി, എന്നിട്ടും ഇത് മാറുന്നില്ല. അപ്പോഴേക്കും 4-5 മാസം കഴിഞ്ഞു കേട്ടോ ഈ അസുഖം. ഇങ്ങനെ 4 ഡോക്ടർമാരെ ഞങ്ങൾ മാറി മാറി കാണിച്ചു. പല രീതിയിലും ട്രീറ്റ്മെൻറ്റ്, ഇഞ്ചക്ഷൻ വെച്ചു, എന്തോ ആൻറ്റിബയോട്ടിക്, അങ്ങനെ ഇഞ്ചക്ഷൻ ഒരുപാട് എടുത്തു ഡോക്ടർ പറഞ്ഞിട്ട്. എന്നിട്ടും ഈ അസുഖത്തിനൊരു കുറവില്ല, അത് കൂടി വരികയാണ്. അവൻ്റെ ശരീരത്തിൽ മൊത്തം രോമം പോയി തുടങ്ങി, ചുകന്ന് കഴുത്തിലൊക്കെ പൊട്ടി ഒലിച്ച്, അങ്ങനെ ഭയങ്കര അവസ്ഥയായി. ഞാൻ എൻ്റെ ഫോട്ടോ ഇടാം, അസുഖം വന്നിട്ടുള്ള ഫോട്ടോ ഇടാം. പക്ഷേ ഇതിലും ഭീകരാവസ്ഥയായിരുന്നു. ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കാണാൻ പറ്റില്ല നമുക്ക്. അത്ര നമുക്ക് വിഷമം തോന്നുന്നൊരവസ്ഥയിലായി. ഞാൻ ഈ ഫോട്ടോസൊന്നും നീതുവിനെ പോലും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് അവൾ കാണുക ഈ ഫോട്ടോ. കാരണം അവൾ ഇപ്പോൾ ഗൾഫിലാണ് ജോലി. അപ്പോൾ എപ്പോൾ വിളിച്ചാലും ഇവൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ ഇവനെന്തെങ്കിലും ഒരു വിഷമമുണ്ട്, ഒരു അസുഖമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല, അവൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ അറിയിച്ചില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഈ ഫോട്ടോ ഒക്കെ കാണുള്ളൂ. അങ്ങനെ 4 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും ഈ അസുഖത്തിനൊരു കുറവില്ല. ഇവന് നടക്കാൻ വയ്യാതെയായി, ഇവൻ കളിയില്ല, ഓട്ടമില്ല, കഷ്ടപ്പെട്ടിട്ടാണ് നടക്കണത്. ഭക്ഷണം കഴിക്കണു, നേരെ കൂട്ടിൽ പോയി കിടന്നുറങ്ങണു, എപ്പോഴും കെടുപ്പ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. ഒരുപാട് മരുന്നുകൾ മാറി മാറി കൊടുത്തു. നല്ല വില കൂടിയ മരുന്നുകളാണ്. പൈസയും കാറ്റും വലുതായിരുന്നു ഇവൻ്റെ അസുഖം മാറുക എന്നുള്ളത്. പിന്നൊന്നും നോക്കിയില്ല, നേരെ തൃശ്ശൂർ കൊക്കാല യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ സ്കിന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്കിന്ന് കുറച്ച് ചുരണ്ടി എടുത്തിട്ട് ലേബൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവൻ്റെ സ്കിന്നിൽ അണുക്കളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ അസുഖം വന്നേക്കണത്. എന്നിട്ട് ഡോക്ടറിനോട് ചോദിച്ചു കൂടിൻ്റെ ഫ്ലോറ് എന്താണ് ഇട്ടേക്കണതെന്ന്. ഞാൻ പറഞ്ഞു ഡോഗ്സിനൊക്കെ ഇടുന്ന പച്ച ഫ്ലോർ ഉണ്ടല്ലോ, അതാണ് ഇട്ടിരിക്കണതെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊരിക്കലും ഇടരുത്, അത് ഡോഗിന് ഇടുന്നതല്ല, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് മാറണം. കാരണം എന്താ വെച്ചെങ്കിൽ അതിൻ്റെ ആ ഫ്ലോറിൻ്റെ 2 എണ്ണം അടക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഇവരുടെ രോമം കൊഴിഞ്ഞ് കിടക്കും. പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല, കഴുകിയാൽ പോലും പോവില്ല. ആ രോമത്തിൻ്റെ ഒപ്പം ഇവരുടെ സ്കിന്നുണ്ടാവും. ഈ സ്കിന്ന് അവിടെ ഇരുന്ന് അഴുകും. കുറച്ച് ദിവസം കഴിഞ്ഞ് അഴുകി അണുക്കളായി ഇവരുടെ ശരീരത്തിൽ കയറും. അങ്ങനെയാണ് ഈ അസുഖം വരുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ എത്രയും പെട്ടെന്ന് മാറ്റണം. മരത്തിൻ്റെ പലകയുടെ ഏറ്റവും നല്ലത്, ഇല്ല വെച്ചെങ്കിൽ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത ഫ്ലൈവുഡ് ഉണ്ടല്ലോ, അത് വാങ്ങിയിടുക. ഈ സാധനം ഇടുക ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഈ പച്ച ഫ്ലോറ് ഇളക്കിയെടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പ് വരില്ലേ, ആ ഗ്യാപ്പിൽ നിറച്ചുവിൻ്റെ രോമം അടിഞ്ഞു കൂടി കിടക്കുക, കട്ട പിടിച്ചിട്ട്. ഇത് പുറത്തുനിന്ന് നോക്കി നമ്മൾ കാണില്ല, ഇത് എത്ര കഴുകിയാലും ഇത് പോവില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇതന്നെ ഉപയോഗിക്കണം വെച്ചെങ്കിൽ നിങ്ങൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ സാധനം, ഈ പച്ച ഫ്ലോർ അഴിച്ചെടുത്ത് ഇത് ഈ ഗ്യാപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി വീണ്ടും ഉപയോഗിക്കാം. പക്ഷെ അത് ബുദ്ധിമുട്ടല്ലേ, ആ കൂട് ഈ സാധനം ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ കൂട്ടിൽ പിന്നെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ ഈ സാധനം മാറ്റാമെന്ന് ഉദ്ദേശിച്ച് ഫ്ലൈവുഡാക്കി. വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ലാത്ത ഡോക്ടർ പറഞ്ഞ പോലത്തെ ഫ്ലൈവുഡ് അതിട്ട് 4-5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് വീണ്ടും ഉണ്ടായിരുന്നു. ഒരുപാട് മരുന്നുകൾ അപ്പോഴും ഡോക്ടർ എഴുതി തന്നിരുന്നു. ഒരു 4-5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറേശ്ശായിട്ട് ആൾ ഓക്കെ ആയി. ഇപ്പോൾ ആൾ പണ്ടത്തെ പോലെ നല്ല ഹെൽത്തി ആയിട്ട് ഓടി കളിച്ച് നടക്കുന്നു. ശരിക്കും പറഞ്ഞു വെച്ചെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ മഴക്കാലത്തൊക്കെ ഇവനും കഷ്ടപ്പെട്ടു, ഞങ്ങളും കഷ്ടപ്പെട്ടു. ഇവൻ്റെ അസുഖം മാറാതെ ഒരുപാട് വിഷമിച്ചു. ഇവന് നടക്കാൻ പറ്റാതെയായി. ഇവൻ്റെ ആ പഴയ കളിയും ചിരിയും ഒക്കെ പോയപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നി. എന്തായാലും അസുഖമൊക്കെ പൂർണ്ണമായി മാറി. ഇപ്പോൾ ആൾ നല്ല ഹെൽത്തി ആയി. പഴയങ്കാറ്റും വികൃതി കൂടി, അസൂയ കൂടി, കളിയും ചിരിയും ഒക്കെ കൂടി, അനുസരണക്കേടും കുറേശ്ശെ ഉണ്ട് ഇപ്പോൾ ആൾക്ക്. ഏകദേശം 8-10 മാസത്തോളം ഇവൻ്റെ ഈ അസുഖം മാറാതെ ഓരോ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോക്കും മരുന്ന് കൊടുക്കലും അങ്ങനെയായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ശരിക്കും കഷ്ടപ്പാടായത് മഴക്കാലത്താണ്. കഷ്ടപ്പാടും പൈസയും ഒന്നും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അസുഖം മാറണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും അസുഖം പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ ആൾ നല്ല ഹെൽത്തി ആയി. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഒരു ബൈ പറ. ടാറ്റാ ടാറ്റാ ടാറ്റാ.